എനിക്കൊരു ഡൗട്ട്. ഈ പഞ്ചായത്ത് മെമ്പർ മരിച്ചു കഴിഞ്ഞാലേ എത്ര ദിവസം കഴിഞ്ഞ് വൈൽസ് നടത്തും? അണ്ണന്റെ ഒന്ന് മുണ്ടതവടാ മാക്കാൻ ചൂപ്പി. മാനം തൊടുത്ത പോലെ തെങ്ങിനൊന്നും പഴയ തലയെടുപ്പൊന്നുമില്ലല്ലോ. നീ ഇതോട് നിർത്തില്ലടേ. പിന്നെ എന്നാ നിർത്തി? ഇപ്പൊ തറ വീണ് നടന്നാ പോലും എടുക്കൂല. ആ തെങ്ങ് ഇപ്പൊ പ്രസവിക്കലോടെ. പിന്നെ എന്തിനു നീ ഇവിടെ ഈ സമയത്ത്? ഞാൻ ചുമ്മാ ചുമ്മാ ഞാൻ വെറുതെ എങ്ങനെ നിങ്ങൾ എനിക്കൊരു ശൗചാലയം തരാമെന്ന് പറഞ്ഞാൽ തന്നോ? തരാടേ, അടങ്ങടേ. തള്ളേ കീടം. എന്താടാ ഇവിടെ ഒരാൾക്കൂട്ടം? അല്ലണ്ണ ഞാൻ വെറുതെ. ഞാനും ഇവിടെ കിടന്ന് വിളയാതെ പോടാ. ആരുടെ ഇവിടെ ഒരു ചാക്കോട്ടുണ്ടോ വെച്ചിരിക്കുന്നത്? ഈ പന്നിയെ പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നതില്ല. കോപ്പിലെ മുമ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യവനെയൊക്കെ ഒതുക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ചാ പോരെ. രാജിവെച്ച ഉടനെ വൈൽസ് നടത്തൂ. പ്രാന്ത നേരെ കഴിവൂടാ. എങ്ങനെയെങ്കിലും അവനെ ഒതുക്കണം. പിന്നെ സ്റ്റാൻഡിലെ വെടിയല്ലേ അങ്ങ് ഒതുക്കാൻ. ചെന്ന് കയറിക്കോട്. അവനും ആ പുതിയ എസ് ഐ ഒരു ടീമാണ് ഇപ്പോഴും. അല്ലെങ്കിൽ അണ്ണാ നിങ്ങൾ പൈസ ഇറക്കോ എങ്കിൽ യവനല്ല യവന്റെ അപ്പനവരെ ഒതുക്കാം. അതെങ്ങനെ? കൊട്ടേഷൻ അത്രയും വേണോടെ? അണ്ണാ ഒരു കുഴപ്പമില്ല. ആക്രി ഗുണ്ടകളൊന്നുമല്ല, സംഗതി അധോലോക സെറ്റപ്പാ. അവര് വരും ചെയ്യും പോവും. ഒരീച്ച പോലും അറിയില്ല. അധോലോകം? ആരുടെ അധോലോകം? ദ ഗ്രേറ്റ് അണ്ടർവേൾഡ് കിങ് സുഗു. സുഖുവാ? അതെ, കാട്ടാന സുഗു. ഈ പോകാണെങ്കിൽ അക്കരെ എത്തുമെന്ന് തോന്നണില്ല. ഇതെന്ത് കിടന്ന് കറങ്ങാം? അങ്ങോട്ട് നേരെ പോ. നിനക്ക് നീന്താനൊക്കെ അറിയാടേ? നിനക്ക് ഇവന്മാർ എങ്ങനെയാടേ പരിചയം? പിന്നെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. ഇവിടെ പാർക്ക് ചെയ്യട്ടാ? ആ ചവിട്ടിക്കോ. സൂക്ഷിച്ചിറങ്ങണേ പതുക്കെ. എത്ര രൂപ ആവൂടെ? അതൊക്കെ ഞാൻ സെറ്റാക്കാം അണ്ണാ. എന്നാലും എൻ്റെ പൊന്നണ്ണ നിങ്ങളൊന്ന് അടങ്ങ്. അണ്ണാ വാ, സൂക്ഷിച്ച് വരണേ. മുള്ളു എഴഞ്ഞന്തുകളൊക്കെ കാണും. ഇവിടെയാണോ എന്നൊരു സംശയം. സ്ഥലം വഴി മാറിയാ. എൻ്റെ അമ്മേ, ചായ ഇപ്പൊ കുടിച്ചാലേ ഉള്ളൂ. അണ്ണനെ ഒന്ന് കാണണം. എന്താടാ ചിപ്രോ? അണ്ണാ വാസു അണ്ണാ, അണ്ണനെ ഒന്ന് കാണണം. കാണാം. ചെറിയൊരു കലിപ്പ്. ഒന്നുമില്ലേടേ. ആ വാ. പന്നി, നീ നമ്മളെ കൊല്ലം കൊണ്ടുവന്നതാണോ? ചുമ്മാ വാ, പാവങ്ങളാ, ഒന്നും ചെയ്യില്ല. സൂക്ഷിച്ചു വാ, സൂക്ഷിച്ചു വാ. ഒന്നും മിണ്ടാതെ പോ ചേട്ടാ. ഇവിടെ കടുമ പോലെയൊന്നും ഇല്ലടേ. കവിടൊന്നുമില്ല ചേട്ടാ. ആ കാട്ടുമക്ക വന്ന് പരിശോധിച്ചപ്പോ മുള്ളിലെന്നേ ഉള്ളൂ. അതവൻ ഹാൻസ് വല്ലതും തപ്പിയതായിരിക്കും. അവനാണ് ചീങ്കണ്ണി വാസു. ചീങ്കണ്ണിയെ നീന്തി പിടിക്കുന്നവൻ. വാ വാ വാ. പുറകെ വരുന്നവൻ ജാക്കി. അണ്ണ മുമ്പ് അധോലോകത്തിലായിരുന്നപ്പോ അവിടുന്ന് കൊണ്ടുവന്നതാ. ഓ, ബംഗാളി. പിന്നെ ദോ ഇരിക്കുന്നതാണ് സൈക്കോ മണി. തൊട്ടടുത്ത നിമിഷം അവൻ എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ അറിയാൻ പറ്റൂല. യുവന്മാരെ കാണുമ്പോൾ തന്നെ അവന്റെ പോതി ജീവൻ പോവും. പാവങ്ങളാ. ഇനി ഒരുത്തം കൂടിയുണ്ട്, റുഡോൾഫ്. അണ്ണന്റെ കുഞ്ഞമ്മയുടെ മോനാ. അവനാണ് വിഷയം. പിന്നെ പാണ്ടി, ആണ്ടവൻ, അങ്ങനെ കുറെ പേരുണ്ട്. ബാ, എല്ലാരും പരിചയപ്പെടുത്തരാ. വിളിച്ചാ മതി. പാണ്ടി, നീ ഒന്ന് വിളിയടാ. എനിക്ക് വയ്യാണ്ട് ചവിട്ടുകളെ. നിങ്ങൾ പോയി വിളിച്ചാൽ ഞാൻ വിളിക്കില്ല. ഇങ്ങേരല്ലേ ആവശ്യക്കാരൻ. ഇങ്ങേര് വിളിക്കട്ടെ. നിങ്ങളൊന്നും ചെല്ലു ചെല്ലു.
സുഗുണ സുഗുണോ സുഗുണോ സുഗുണ എന്റെ അമ്മോ ഇതിനേക്കാളും അവിടെ കിടന്ന മറ്റോട് ചവിട്ടുകൊണ്ടാൽ മതിയായിരുന്നു. അത് ശരിയാണ്. ഇതൊരുമാതിരി ഇടിവെട്ടിയുടെ തലയിൽ കാക്ക തൊറി പോലായിപ്പോയി. വല്ല കള്ളക്കടത്താൻ പറ്റായിരുന്നേ നോക്കായിരുന്നു. ഈത്തൊരുമാതിരി ചീള് കേസായിപ്പോയി. അണ്ണാ അവൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. 10 വരെ ഒറ്റയ്ക്ക് അടിച്ചിടും. അപ്പം പോവാതിരിക്കുന്നതിന് നല്ലത്. പോയ അവൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വരും. അണ്ണാ ഛേ, അതൊന്നും ശരിയാവില്ലേ. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അണ്ണാ ഈ അവസരം കളയണ്ട. എൻ്റെ കൈയൊക്കെ ഒന്ന് അനക്കിയിട്ട് കുറേ ദിവസമായി. അണ്ണാ അവനെ വലിച്ചു കയറി ചോര ഓടിക്കണം നമുക്ക്. ഇവന്മാരെൻ്റെ അടക്കം കണ്ടിട്ട് അടക്കം. ശരി, ചെയ്ത് കളയാം. സന്തോഷമായില്ല കേറി വാ. അണ്ണാ? അണ്ണാ എത്ര രൂപയാവും അണ്ണാ? ഒരു 10,000 രൂപ ആയിരിക്കും. മെമ്പറേ, ഒരു 10,000 രൂപയാണ് പറയണേ. 10,000 ഒന്നുമില്ല, ഒരു 1,500 രൂപ വരും. വിളിച്ചോണ്ട് പോടാ ഇവനെ. എന്നാ പോ ഡേയ്, എങ്ങനെ അങ്ങനെ അങ്ങ് പോകും നീ? പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇനി നിനക്ക് ഇവിടുന്ന് പോകണമെങ്കിലേ രൂപ 25,000 അടക്കേണ്ടി വരും. എന്തൊന്നടേ ഇത്? ചുമ്മാരി അണ്ണാ, പറഞ്ഞ പൈസ ഞാൻ വാങ്ങി തന്നിരിക്കും. അത് ഞാൻ ഏറ്റു. ഡേ അത് പിന്നെ ഒരു പിന്നെ ഇല്ല. നാട്ടുകാരന് പിരിവെടുത്താണെങ്കിൽ അവർ കൊടുക്കണം. ഇല്ലെങ്കിൽ അമ്മ വിടൂല. ശരി, എന്നെല്ലാം പറഞ്ഞ പോലെ. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കളികളുമായി ആനക്കൂട്ടം നാട്ടിലേക്ക്.